ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന ദൈവവചന പരമ്പരയിൽ വരുവാൻ അടിയന് ദൈവം ചെയ്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിൽ അഡ്മിന്മാരായിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് യേശു ക്രിസ്തുവിൻ നാമം പ്രാണനു രക്ഷ, രക്തമെൻ വീടിനു മുദ്ര. യേശു ക്രിസ്തുവിന്റെ നാമം എന്താണ്? എന്റെ പ്രാണന രക്ഷ എന്നാണ് പാട്ടുകാരൻ പാടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ആ പാട്ടുകാരന്റെ കൂടെ നമ്മൾ പാടുമ്പോൾ നമ്മുടെ പ്രാണന രക്ഷ നൽകുന്ന യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അപ്പൊ ആ നാമത്തെ കുറിച്ച് നമ്മൾ പ്രധാനമായും പഠിക്കുമ്പോൾ ആ നാമം എന്തിനാണ് ദൈവം സ്വീകരിച്ചത്? പിതാവ് നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ആ നാമം സമ്പാദിച്ചതായിട്ട് ദൈവവചനത്തിൽ കാണുന്നു എന്നുള്ളതാണ്. അല്ലെ, നമ്മളെ വീണ്ടെടുക്കുവാൻ, അതായത് ആദമിലും ഹവ്വയിലും നഷ്ടപ്പെട്ട ദൈവതേജസ് നമ്മളിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ, പാപത്തിന്റെ ചീട്ടിൽ കിടന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് അവൻ ഈ നാമം സ്വീകരിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അവൻ മനുഷ്യനായി ഭൂമിയിൽ, അല്ലെ, ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് മനുഷ്യനെ രക്ഷിക്കുവാനായി ഇറങ്ങി വന്നു എന്നുള്ളതാണ് യേശുക്രിസ്തുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെ, നമുക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ദൈവം തന്നെയാണ് നിനക്ക് ജനമായിട്ട്, അതായത് പിതാവിന് ജനങ്ങൾ വീണ്ടെടുക്കുവാൻ പിതാവ് ഒരു നാമം സമ്പാദിക്കുന്നു എന്ന് 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 23-ാമത്തെ വാക്യത്തിൽ, നിനക്ക് ജനമായി വീണ്ടെടുക്കുവാൻ, നിനക്ക് ഒരു നാമം സമ്പാദിക്കുവാനും, നീ ചെന്നിരിക്കുന്ന നിന്റെ ജനമായ ഇസ്രായേലിന് തുല്യമായി ഭൂമിയിൽ ഏതൊരു ജാതിയുള്ളൂ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം യേശുക്രിസ്തു എന്ന നാമം സ്വീകരിച്ചത് എന്തിനായിരുന്നു? ജനത്തെ വീണ്ടെടുക്കുവാനായിട്ടാണ് ആ നാമം സ്വീകരിച്ചത്. പല ആളുകളും പറയുന്നത് പോലെ തൃത്വത്തിലെ 2ാമൻ വന്നു എന്നാണ് പലരും തൃത്വക്കാർ വിശ്വസിക്കുന്നത്. ചിലർ പറയും യേശുക്രിസ്തു ആരാണ്? വെറും സൃഷ്ടി മാത്രമാണ്. ചില ആളുകൾ പറയും യേശുക്രിസ്തു ആരാണ്? ഒരു പുത്രൻ മാത്രമാണ്. അതുപോലെ തന്നെ യേശുക്രിസ്തു എന്താണ്? ദാസനാണെന്ന് ചിലർ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒന്നും അല്ല എന്നുള്ള കാര്യം ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. എബ്രായരുടെ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നു. എബ്രായരുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. എബ്രായരുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. എബ്രായർക്ക് ലേഖനം അതിന്റെ 1:4. എബ്രായർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നു. ദൂതന്മാരെക്കാൾ വിശിഷ്ട നാമത്തിന് അവകാശി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അതിനെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ദൈവത്തിന്റെ നാമം എന്ന് പറയുന്നത് സകല നാമത്തിലും മേലായ നാമമാണ്. അതായത് യേശുക്രിസ്തുവിന്റെ നാമം സകല നാമത്തിലും എന്താണ്? മേലായ നാമം എന്നാണ് ആ നാമത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പോ പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോ 8:12 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തെയാണ് അവർ വിശ്വസിച്ചു. അതൊരു നാമത്തിൽ എന്താണ്?
നാമത്തെക്കുറിച്ചുള്ള സുവിശേഷം. അപ്പൊ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സുവിശേഷം. അപ്പോൾ ആ സുവിശേഷത്തിൽ അവർ വിശ്വസിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയത്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്കെല്ലാം ഒരു രക്ഷകനേ ഉള്ളൂ. ആ രക്ഷകൻ പലപ്പോഴും എന്താണ്, ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. 14-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കും. അപ്പൊ യേശുക്രിസ്തുവിന്റെ പേരിന്റെ അർത്ഥത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അവിടെ എന്താണ്, യെശയ്യാപ്രവാചകൻ പ്രവചിച്ചു വെച്ചിരിക്കുന്ന കാര്യം മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുകയാണ്, അല്ലെ? മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം മുതൽ ആ വാക്യം വായിക്കുമ്പോൾ അവളൊരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം എന്ന് പറഞ്ഞു. അപ്പൊ യേശു എന്ന പേരിടുന്നത് എന്തിനാണ്? ജനത്തെ അവന്റെ പാപങ്ങൾ പറയും. അപ്പൊ ആ പേരിന്റെ അർത്ഥം എന്താണ്? പാപവിമോചകൻ, പാപം മോചിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ആ പേര് ദൈവം എടുത്തിരിക്കുന്നതെന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം 20-ാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ, കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയെ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവൾ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാകുന്നു. ദൈവം ആത്മാവെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എന്താണ്, പരിശുദ്ധാത്മാവാണ് എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. 22-ാമത്തെ വാക്യത്തിലേക്ക് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് ഇടണമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവം നമ്മോട് കൂടെ, അപ്പൊ നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ, അനേകം ദൈവങ്ങളുള്ളൂ, ദൈവം ഏകനാകുന്നു. ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവം ഏകനാണ് എന്നാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അപ്പോസ്തലനായ പൗലോസ് പോലും അതിനെ പഠിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും അതിനെ പഠിപ്പിക്കുന്നത് യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് അറിവിന് വേണ്ടി യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. 9:6. നമുക്കൊരു ശിശു ജനിക്കപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആദ്യ ബുദ്ധിമാൻ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രിയുമാണ്, വീരനായ ദൈവവുമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭു എന്ന പേര് വിളിക്കപ്പെടും. അപ്പം നമ്മൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രഭു എന്ന പേര് വിളിക്കപ്പെടും. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, ഇവൻ വീണ്ടും ജനിച്ചവനാണ്, അല്ലെ? പിതാവിൽ നിന്നും ജനിച്ചെന്ന് പറയുമ്പോഴത്തേക്കും രണ്ടാമത്തെ ആള് ആ പേര് വിളിക്കപ്പെടുമെന്നാണ് തത്വക്കാർ പറയുന്നത്. അങ്ങനെ രണ്ട് വ്യക്തിത്വങ്ങളില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. യഹോവ തന്നെ പറയുന്നു, എന്നിൽ മറ്റൊരുത്തനില്ല എന്ന് യഹോവയായ ദൈവം പറയുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇവിടുന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്, നമുക്ക് ഒരു അത്ഭുത മന്ത്രിയുള്ളൂ, യേശുക്രിസ്തു. അത്ഭുതങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതകാലം മുന്നിൽ അദ്ദേഹം ചെയ്ത മുഴുവൻ അത്ഭുതങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ യോഹന്നാൻ എന്താണ്, അത്ഭുത മന്ത്രിയായിട്ടാണ് അവനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വീരനായ ദൈവമാണെന്നോട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം നമുക്ക് രണ്ട് ദൈവങ്ങളുണ്ടോ? തത്വക്കാർ പറയുന്ന പോലെ ഇനിയും രണ്ട് വ്യക്തികൾ, അല്ലെ? രണ്ട് വ്യക്തികൾ എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തിത്വങ്ങൾ കൊടുക്കുമ്പോൾ രണ്ട് വ്യക്തികൾക്ക് എന്താണ്, ദൈവത്തെ പങ്കിട്ട് കൊടുക്കുന്ന വസ്തു വരും. അങ്ങനെ ഒരു കാര്യം ദൈവവചനം പഠിപ്പിക്കുന്നില്ല. ദൈവം വെള്ളത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിത്യപിതാവാണ്. നിത്യപിതാവ് എന്ന് പറയുമ്പോൾ ഒരു പിതാവേ നമുക്കുള്ളൂ, രണ്ട് പിതാവുണ്ടോ? ഇല്ല. ഇനി നിത്യതയുടെ പിതാവാണോ? പല ആളുകളും പഠിപ്പിക്കുന്നത് നിത്യതയുടെ പിതാവാണോ? നിത്യതയുടെ പിതാവെന്നല്ല, നിത്യനായ പിതാവാണ്, നമുക്ക് എന്നുമുള്ള പിതാവാണ്, അല്ലേ? അതിന് ആദിയുമില്ല അന്തവും ഇല്ലാത്ത പിതാവാണ് എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. അതാണ് അവനെ കുറിച്ച് പറയുന്നത്. സമാധാന പ്രഭു, യേശുക്രിസ്തുവിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? പ്രിൻസ് ഓഫ് പീസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു സമാധാന പ്രഭുവെ നമുക്കുള്ളൂ.
അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മർമ്മം തന്നെയാണ് എന്നുള്ളതാണ്. അടുത്തത് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പം അവിടെ അതിന്റെ ഒന്നിലും നമുക്ക് കാണാൻ കഴിയുന്നു ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പെടുന്നതിനെ കുറിച്ച്. ഇനി നമ്മൾ ഗലാത്യരുടെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4 വായിക്കുമ്പോൾ, ഗലാത്യരുടെ ലേഖനം 4:4 നമ്മൾ കാണുന്നു. ഗലാത്യർ 4:4 എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൽ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത്. അപ്പൊ എന്തിനാണ് ദൈവം കാലസമ്പൂർണ്ണത വന്നപ്പോൾ തന്റെ പുത്രനെ എന്ന് എഴുതിയിരിക്കുന്നു? കാരണം ദൈവത്തിന്റെ മകനായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആദ്യ ആദാം പാപം ചെയ്തതുകൊണ്ട് ഒടുക്കത്തെ ആദാം എന്ത് ചെയ്തു? നമ്മളെ വെടിപ്പിക്കുവാനായി ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് റോമർക്കെഴുതിയ ലേഖനമൊക്കെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ? ആദ്യത്തെ ആദാം നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആദാം, അതായത് പാപത്തിൽ നമ്മൾ കിടന്നപ്പോൾ, അല്ലെ, രണ്ടാമത്തെ ആദാമായി യേശു ക്രിസ്തു വെളിപ്പെട്ടു. അപ്പൊ ആ അർത്ഥത്തിൽ അവൻ പുത്രനായി നിന്നുകൊണ്ട് സകലരെയും രക്ഷിക്കുന്ന കാഴ്ച, പാപവിമോചകനായി. അതെ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി എന്ന് എബ്രായരുടെ ലേഖനം പറയുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? പുത്രൻ എന്ന് പറയുന്ന രണ്ടാമത്തെ വ്യക്തിയുമല്ല, സൃഷ്ടിയുമല്ല, എന്താണ്? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ്, അല്ലെങ്കിൽ ജഡത്തിലുള്ള വെളിപ്പെടലാണ്. കൊലോസ്യരുടെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. കൊലോസ്യരുടെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കണം, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്ക് ആദ്യ ജാതനുമാകുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറയുമ്പോൾ? ദൃശ്യമായ രൂപം എന്നുള്ളതാണ്. ദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്, അല്ലെ? ഭൂമിയിൽ മനുഷ്യനായിട്ട് വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ നമ്മൾ ചിന്തിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. എന്താണ്? അവിടെ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്നു 2:9 എഴുതിയിരിക്കുക, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദേഹരൂപമായിട്ട് വസിക്കുന്നത് ആരിലാണ്? യേശു ക്രിസ്തുവിലാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാണ് യേശു ക്രിസ്തു പോലും നമ്മൾ പഠിപ്പിച്ചു. ഒരാൾ പോലും ദൈവത്തെ കണ്ടിട്ടില്ല. പക്ഷേ എന്താണ്? യേശു ക്രിസ്തുവിനെ കണ്ടവരെല്ലാം എന്ത് ചെയ്യുന്നു? പിതാവായ ദൈവത്തെ കാണുന്നു എന്നുള്ളതാണ്. കാരണം ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശു ക്രിസ്തു എന്നുള്ള കാര്യം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, ഫിലിപ്പിയർ 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഫിലിപ്പിയർ 2-ാം അധ്യായം 7-ാമത്തെ വാക്യം 6 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുഴുവൻ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, അല്ലെ? മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. അപ്പം തൃത്തക്കാർ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ചില വാക്യങ്ങളിൽ ഒന്നാണ് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം. ദൈവത്തോടുള്ള സമത്വം എന്ന് പറയുമ്പോൾ 2 പേരുണ്ട് തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം. അവിടെ ഒരുവനേ ഉള്ളൂ. യഹോവയായ ദൈവം പറയുന്നു, ഇതിൽ മറ്റൊരുത്തനില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക്, മർമ്മങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവരൂപത്തിലിരിക്കെ അവൻ ദൈവരൂപത്തിൽ, അതായത് ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനായ ദൈവം ഒരു ജഡത്തിൽ വെളിപ്പെടുന്നു എന്നുള്ളതാണ്. യേശു ക്രിസ്തുമായി വെളിപ്പെടുന്നു എന്നുള്ളതാണ്. സമത്വം എന്ന് പറയുമ്പോൾ അവിടെ 2 ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. സമത്വമല്ല, ദൈവരൂപത്തിലിരിക്കെ താൻ ദൈവമാണെന്ന് താൻ നിരൂപിക്കാതെ എന്നുള്ള അർത്ഥത്തിലാണ് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം എന്ന് പറഞ്ഞാൽ. അവൻ ദൈവരൂപത്തിലാണെങ്കിൽ എന്താണ്? ദൈവമാണെന്ന് താൻ വിചാരിക്കാതെ എന്ത് ചെയ്തു? ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. ദൈവം മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളവും അനുസരണമുള്ളവനായി തീർന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. 1 തിമോത്തിയുടെ ലേഖനം
മൂന്നാം അധ്യായം അതിന്റെ 16 വാക്യത്തിലേക്ക് വരുമ്പോ 1 തിമോത്തിയുടെ ലേഖനം 3:16 നമ്മൾ വരണം. 3:16 വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആരാണ് ഈ അവൻ? ദൈവം എവിടെ വെളിപ്പെട്ടു? ജഡത്തിൽ വെളിപ്പെട്ടു. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവശക്തിയുടെ മർമ്മം സമ്മതിയാവണ്ണം വലിയതാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അവൻ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് തിമോത്തിയിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശുക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 4 അധ്യായം 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെ എന്താണ്? ദൈവത്തിൽ നിന്നുള്ളതാണ്. കാരണം ദൈവം ഒരു നാമം എടുത്തു എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ആ നാമമാണ് യേശുക്രിസ്തുവിന്റെ നാമം. പിതാവായ ദൈവം നമ്മൾ വീണ്ടെടുക്കുവാൻ ഒരു നാമം സ്വീകരിക്കുകയായിരുന്നു. അതാണ് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയ. ദൈവാത്മാവിന് ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെ എവിടെ നിന്നുള്ളതാണ്? ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു, അല്ലെ? 3-ാമത്തെ വാക്യത്തിൽ യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അതെല്ലാം യേശുക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് ആ നാമത്തിൽ വിശ്വസിക്കാത്തവനൊന്നും എന്താണ്? ദൈവത്തിൽ നിന്നുള്ളതല്ല. അവനെല്ലാം എവിടെ നിന്നുള്ളതാണ്? എതിർ ക്രിസ്തുവിൽ നിന്നുള്ളതാണ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആത്മാക്കൾ ഇന്നും ലോകത്തിലുണ്ട് എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയരെ. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നു. 17-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ വരികയാണ്. 17-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം, ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നിത്യജീവൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? യേശു ക്രിസ്തുവിലാണ് വിശ്വസിക്കുമ്പോഴാണ് നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു ആരാണ്? ഏക സത്യ ദൈവം. അപ്പൊ പഴയ നിയമത്തിൽ യഹോവയെ സത്യദൈവം എന്ന് വിളിച്ചിരിക്കും നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഒരു സത്യദൈവമേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിന് എന്താണ് തന്നെ അറിയുന്നത് നിത്യജീവനാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വിവരിച്ചത് പ്രകാരമാണെങ്കിൽ എന്താണ്? ഞാൻ എൻ്റെ പിതാവിന്റെ നാമം നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അല്ലേ? 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിന്റെ നാമം ഏതാണ്? യേശുക്രിസ്തു തന്നെയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു അങ്ങനെ പഠിപ്പിക്കുന്നത്. നീ ലോകത്തിൽ നീ തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എന്ത് ചെയ്തു? എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വീണ്ടും നമ്മൾ കണ്ണോടിക്കുമ്പോൾ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്താണ്? അവിടെയെല്ലാം നമുക്ക് ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, അവിടെ നമുക്ക്
കാണുവാനായിട്ട് സാധിക്കുന്നു. യേശുക്രിസ്തുവിനെ എന്താണ് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെയെല്ലാം എന്താണ് യേശുക്രിസ്തു ജഡത്തിലുള്ള വെളിപ്പെടലിനെ കുറിച്ച് നമുക്കവിടെ ബോധ്യമായി തീരുന്നു എന്നുള്ളതാണ്. അപ്പം ദൈവപുത്രനില് നമ്മൾ വിശ്വസിക്കുമ്പോൾ അതെന്താണ്? ദൈവം നീതിയായി കണക്കിടും. അതായത് ദൈവത്തിന്റെ എന്താണ് പുത്രത്വത്തിലുള്ള വെളിപ്പാട്, അല്ലെ? പുത്രനായി വെളിപ്പെടുന്നു. ദൈവം പുത്രനായിട്ട് വെളിപ്പെടുകയാണ്. അപ്പൊ വെളിപ്പെടുന്ന ആ കാഴ്ചയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം യേശുക്രിസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മുടെ എന്താണ് നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്യാൻ തുടങ്ങും? വലിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. യോഹന്നാന്റെ സുവിശേഷം 8:24 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പിതാവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ പിതാവായി അംഗീകരിക്കുന്ന പിതാവ് ഒരു നാമമെടുക്കുകയായിരുന്നു മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട്. ഞാൻ ആദ്യം തന്നെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം യേശുക്രിസ്തു എന്തിനാണ്, അല്ലെ, ഈ ചട്ടത്തിൽ വെളിപ്പെട്ടതല്ലേ? നമുക്ക് എപ്പോഴുമുള്ളൊരു ചോദ്യമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 5:17 വരുമ്പോൾ അവിടെ കാണുന്നു 5:17: ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിക്കുവാനത്രയും ഞാൻ വന്നത്. അപ്പൊ യേശുക്രിസ്തു വന്നത് എന്തിനാണ്? പ്രവാചകന്മാരെ നീക്കാനല്ല. അപ്പൊ പ്രവാചകന്മാർ പറഞ്ഞ എന്താണ്? യേശുക്രിസ്തു തന്നെ പറയുന്ന ഒരു കാര്യം എന്താണ്? സങ്കീർത്തനങ്ങളിലും മറ്റു പുസ്തകങ്ങളിലും ഒക്കെ ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു? എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോ എഴുതിയിരിക്കുന്ന ആരെ കുറിച്ചാണ്? യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ദാവീദ് പാടിയത് ആരെ കുറിച്ചാണ്? യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അതെല്ലാം യേശുക്രിസ്തു ഓരോ കാലഘട്ടങ്ങളിൽ അവരോട് വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പഴയ നിയമ പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതായത് ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ മോശയുടെയും ന്യായപ്രമാണ പുസ്തകം, പ്രവചന പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. അപ്പോ കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അപ്പൊ കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ആ ഭാഗം, അല്ലെ, അവിടെയെല്ലാം അത് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 9:13 വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: യാഗത്തിലല്ല കരുണയിൽ അത്രയും ഞാൻ പ്രസ്താവിക്കുന്നു എന്നുള്ളത്. എന്ന് പോയി പഠിക്കുകയും ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര വിളിക്കുവാനായിട്ട് വന്നു എന്ന് പറയുന്നു. അപ്പൊ ജഡത്തിൽ വെളിപ്പെടുന്നത് എന്തിനാണ്? പാപികളെ വെടിപ്പിക്കുവാൻ, പാപികളെ രക്ഷിക്കുവാൻ അവർ ആ നാമം സ്വീകരിച്ചു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 20-28 വരുമ്പോൾ 28 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യപുത്രൻ എന്തിനാണ് വന്നത്? മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ എന്ത് ചെയ്യണം? മറുവിലയായിട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഏകരക്ഷകൻ ആയി നമ്മൾ പറയുന്നത്. കാരണം എന്താണ്? അവൻ വന്നു എന്തിനാണ്? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത് എന്തിനാണ്? ശുശ്രൂഷിക്കുവാനാണ്. 2, ജീവനെ മറുവിലയായിട്ട് കൊടുക്കുവാനായിട്ടാണ് എന്ന് അവിടെ കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു:
10-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടത് എന്തിനാണ്? കാണാതെ പോയതിനെ, അവിടെ വളരെ വ്യക്തമായിട്ട് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അപ്പം ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പെടലിന്റെ ഉദ്ദേശത്തിലൊന്നാണത്. അതാണ് നമ്മൾ കണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 6:38 നമ്മൾ കാണുന്നു. 38 കാണാം, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്റെ അയച്ചവന്റെ ഇഷ്ടം അത്ര ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണമെങ്കിൽ, മനുഷ്യനായിട്ട് ഇറങ്ങി വരണമെങ്കിൽ മനുഷ്യനായാലും എന്ത് ചെയ്തിട്ടില്ല? സ്വർഗത്തിൽ കയറിയിട്ടില്ല. ആരും കയറിയിട്ടില്ല. ഇനി കയറണമെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരമേ ആർക്കെങ്കിലും ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കയറുവാൻ കഴിയുകയുള്ളൂ. അവൻ സാക്ഷാൽ ദൈവമായതുകൊണ്ടാണ്, അവൻ സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ളവനാണ്. പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ തൻ ജഡത്തിൽ വെളിപ്പെട്ടു, അല്ലെങ്കിൽ ആ പാപം അറിയാത്ത മനുഷ്യനായി യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു. അവൻ പിതാവിനെ കുറിച്ച് പറയുകയാണ്, ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. 9-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ കാണുന്നു, കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഈ ഇഹലോകത്തിലേക്ക് വന്നു എന്ന് യേശു പറഞ്ഞു. എന്താണ്? കാണാത്തവർ കാണണം. ദൈവത്തെ കാണാത്തവർ എന്ത് ചെയ്യണം? കാണണം. കാണുന്നവർ എന്ത് ചെയ്യണം? കുരുടനാകുവാൻ ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിലേക്ക് വന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞു. അപ്പോൾ 10-ാം വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം 10:10 പറയുന്ന ഒരു കാര്യം, മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ കളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അല്ലെ? 11-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നല്ല ഇടയനാകുന്നു. ഇതേ കാര്യം തന്നെ ദാവീദ് സങ്കീർത്തനത്തിനകത്ത് പറയുന്നുണ്ട്. യേശുക്രിസ്തുവിന് ആ കാര്യം തന്നെ യേശുക്രിസ്തു എടുത്തു പറയാണ്, ഞാൻ തന്നെയാണ് ഇടയൻ. അല്ലെ? ഞാൻ തന്നെയാണ് പിതാവ്. അല്ലെ? വേറൊരു ഇടയൻ ഉണ്ടോ? ഇസ്രായേലിന്റെ ഇടയൻ യഹോവയാണെങ്കിൽ യഹോവ പിതാവായ ദൈവമാണ്. അപ്പോ അതേ കാര്യം തന്നെയാണ് യേശുക്രിസ്തു തന്നിൽ ആരോപിക്കുന്നത്, താൻ അതായിരുന്നു എന്ന്. 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഞാൻ നല്ല ഇടയൻ. 12:46 എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 12:46 വരുമ്പോ അവിടെ കാണുന്നു, 12:46 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്ന ആരും ഇരുളിൽ വസിക്കാതിരിക്കുവാൻ ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു വിശ്വസിക്കണം. യേശുക്രിസ്തു വിശ്വസിക്കുന്നവർ എന്താണ്? പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. പിതാവ് വിശ്വസിക്കുന്നവർക്കല്ല, യേശുക്രിസ്തുവിലൂടെ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? പിതാവായ ദൈവത്തെ നമുക്ക് കാണാൻ പോലും കഴിയുകയില്ല. അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവർ ആരും എന്ത് ചെയ്യുന്നില്ല? ഇരുളിൽ വസിക്കുവാനായിട്ട് വെളിച്ചമായിട്ട് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നു. അപ്പൊ വെളിച്ചമായിട്ട് വരുവാനാണ് യേശുക്രിസ്തു എന്ത് ചെയ്തത്? ഏകരക്ഷകനായി നമ്മുടെ ഇടയിലേക്ക് വന്നു എന്നുള്ള കാഴ്ച നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പൊ അവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണ്? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത് എന്തിനാണ്? പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ വേണ്ടിയാണ് അവർ എന്ത് ചെയ്തത്? ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ അത് 1 യോഹന്നാന്റെ പുസ്തകം 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിന് ദൈവത്തിന് നമ്മളുള്ള സ്നേഹം പ്രത്യക്ഷമായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ്? ദൈവം തന്നെ ഏകജാതൻ. അപ്പൊ ദൈവത്തിൽ ഒരു ഏകജാതൻ, അതായത് ദൈവത്തിൽ ഒരു മനുഷ്യനേ ഉള്ളൂ. ദൈവത്തിൽ ഒരു വ്യക്തിത്വമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. അല്ലെ? ദൈവത്തിൽ മനുഷ്യന് ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണ്. അതാണ് അവിടെ രേഖപ്പെടുത്തിയത്. അല്ലാതെ രണ്ടാമത്തെ വ്യക്തിയല്ല. ദൈവത്തിന്റെ ഏകജാതൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവം നമ്മളുള്ള സ്നേഹം എന്ത് ചെയ്തു? നമ്മൾ പ്രത്യക്ഷമായി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 10-ാമത്തെ വാക്യത്തിലേക്ക് നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച്
തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അതായത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതിന്റെ ഉദ്ദേശ്യത്തെ കുറിച്ച് യോഹന്നാൻ അവിടെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. 14-ാമത്തെ വാക്യത്തിൽ നിന്നും പിതാവ് പുത്രനെ ലോകരക്ഷിതാവായി അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. തൃത്വക്കാർ പറയും രണ്ടാമത്തെ വ്യക്തിയാണ് പുത്രൻ. ഒരിക്കലുമല്ല, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത് തന്നെയാണ് എന്ന് തിമോഥെയുടെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിക്കുന്നിടത്തോളം കാലം ദൈവത്തിൽ എന്താണ്? രണ്ട് വ്യക്തികളില്ല. യഹോവയായ ദൈവം പഴയ നിയമത്തിൽ സാക്ഷ്യം പറയുന്നുവെങ്കിൽ മറ്റൊരുത്തനില്ല. മറ്റൊരുത്തനുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്? അവൻ ശപിക്കപ്പെട്ടവനാണ്. ഞങ്ങൾ പഠിപ്പിച്ചതിന് വിപരീതമായി സ്വർഗത്തിലെ ദൂതൻ എന്ന് പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനെന്ന ദൈവവചനം വളരെ വ്യക്തമായും ക്ലിയറായും പറയുമ്പോൾ ദൈവത്തിൽ ഏക വ്യക്തിയോട് അല്ലെ, യാക്കോബിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ, യാക്കോബിന്റെ പുസ്തകത്തിലൊക്കെ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ദൈവം വേഗനെന്ന് വിശ്വസിക്കുന്നു, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ്? രണ്ട് ദൈവം ഉണ്ടോ? രണ്ട് ദൈവം നമുക്കുണ്ടോ? രണ്ട് വ്യക്തികളുണ്ടോ? ഇല്ല. യെശയ്യാ പറഞ്ഞ എന്താണ്? 9:6 പറഞ്ഞ എന്താണ്? ജനിച്ച ശിശു എന്താണ്? യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു ഒരു ദൈവമാണെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വ്യക്തിയും ആരാണ്? തത്വക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ വ്യക്തി ദൈവമാണ്. അപ്പൊ രണ്ട് ദൈവം നമുക്കുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശുക്രിസ്തു എന്ന് നമുക്ക് ബോധ്യമായിരിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഇത്രയും നേരം വചനം ശ്രമിച്ച എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഇതിൽ അഡ്മിന്മാരായിട്ടുള്ള എല്ലാവരെയും ദൈവം ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടത്തിലും പ്രയാസത്തിലും വേദനയിലും കഴിയുന്നവരെ കർത്താവ് അനുഗ്രഹിച്ച് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണം. രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് രോഗത്താൽ ഭാരപ്പെടുന്നവർക്കെല്ലാം പൂർണ്ണമായ സൗഖ്യം തരുന്നു യേശു കർത്താവ് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും നൽകിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം സംഭവിച്ച് കയറിയ സ്വതന്ത്രം മാനവും മഹത്വമൊക്കെ ചെന്നെടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്വതന്ത്രം.